സ്നേഹമുള്ളവരെ, മറ്റുള്ളവർ നമ്മെ തെറ്റിദ്ധരിക്കുമ്പോൾ നാം ചെയ്തിട്ടില്ലാത്ത പല കാര്യങ്ങളും ചെയ്തു എന്ന് പറയുമ്പോൾ ഒരുപക്ഷെ നമുക്ക് നമ്മെ തന്നെ മറ്റുള്ളവരുടെ മുമ്പിൽ തുറന്നു കാണിക്കാൻ പറ്റാത്ത അവസ്ഥകളിൽ വലിയ ദുഃഖങ്ങളിലൂടെയും നൊമ്പരങ്ങളിലൂടെയും മാനസിക വ്യതയിലൂടെയും കടന്നു പോകുന്ന വ്യക്തികൾ ധാരാളമാണ്. അവരിൽ ചിലരൊക്കെ ഇതെൻ്റെ വിധിയാണ് എന്ന് പറഞ്ഞ് ജീവിതം തള്ളി നീക്കാറുണ്ട്. ഒരു സഹോദരി, 2 കുഞ്ഞു മക്കൾ മാത്രമേ ഉള്ളൂ. ആകസ്മികമായി ഭർത്താവ് മരണപ്പെട്ടു. എന്തു ചെയ്യണം, എങ്ങനെ ചെയ്യണം, ഏത് ജോലി ചെയ്ത് ഈ മക്കളെ പരിരക്ഷിക്കണമെന്നൊന്നും ഈ മകൾക്ക് അറിയത്തില്ല. തൊട്ടടുത്തുള്ള ഒരു വീട്ടിൽ അഭയം തേടി വൃദ്ധയായ ഒരു സ്ത്രീയെ പരിചരിക്കുക എന്നുള്ളതായിരുന്നു ദൗത്യം. ഈ സ്ത്രീയുടെ മക്കളൊക്കെ വിദേശ രാജ്യത്താണ്. അവർക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കുമായിരുന്നു. ഒരു ദിവസം ഈ സഹോദരിയുടെ കൈവിരലിലെ മോതിരം കാണാതെ വരികയാണ് ചെയ്തത്. വൃദ്ധയായ സ്ത്രീ മക്കളോടൊക്കെ പരാതിപ്പെട്ടു. വേറെ ആരും ഈ വീട്ടിലേക്ക് വരുന്നില്ല, ഇവൾ മാത്രമേ ഉള്ളൂ, ഇവൾ എടുത്തതാണ് എന്ന് പറഞ്ഞ് സംശയിച്ചപ്പോൾ വലിയ ദുഃഖത്തിലൂടെ നൊമ്പരത്തിലൂടെ കടന്നുപോയി. ഈ ജോലി വിട്ട് വേറെ ഏതെങ്കിലും സ്ഥലത്തേക്ക് പോകണമെന്ന് ആലോചിച്ചാൽ തൊട്ടടുത്ത് ജോലി കൊടുക്കാൻ ആരുമില്ല. വലിയ വ്യതയിലൂടെ നൊമ്പരത്തിലൂടെ ഈ സഹോദരി കടന്നുപോയി. നമുക്കറിയാം, മനം നൊന്തവർക്ക് ദൈവം സമീപസ്ഥനാണ് എന്ന്. എന്നാൽ കുറച്ചു നാളുകൾ കഴിഞ്ഞപ്പോൾ ഈ മോതിരം ലഭിക്കുകയും ചെയ്തു. പ്രിയപ്പെട്ടവരെ, പലപ്പോഴും പല വ്യക്തികളും നമ്മളെ വിധിക്കാറില്ലേ? നമ്മുടെയൊക്കെ ജീവിതങ്ങളെ നോക്കി വിധിക്കുമ്പോൾ, നമ്മൾ ചെയ്തിട്ടില്ലാത്ത കാര്യത്തിന് വിധിക്കുമ്പോൾ, പീലാത്തോസ് ഈശോയെ വിധിച്ച അതേ അവസ്ഥയിലൂടെ നാമും ചിലപ്പോഴൊക്കെ കടന്നു പോകാറില്ലേ? നമ്മൾ ദൈവത്തിൽ വിശ്വസിക്കണം. നമ്മുടെ എല്ലാ കാര്യങ്ങളും ഈ ദിവസങ്ങളിൽ ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് കൊടുക്കാം. പ്രിയപ്പെട്ടവരെ, മറ്റുള്ളവർ നമ്മെ തെറ്റിദ്ധരിക്കുമ്പോൾ, വിധിക്കുമ്പോൾ, ദൈവമേ, അവർക്ക് വലിയൊരു ചലനം, മാനസിക ചലനം, അതായത് അവർ ദൈവത്തിലേക്ക് തിരിച്ചു വരുവാനുള്ള കൃപ കൊടുക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഈശോ മിശിഹായെ, ഞങ്ങളങ്ങേ കുമ്പിട്ടാരാധിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ വിശുദ്ധ കുരിശിനാൽ അങ്ങ് ലോകത്തെ രക്ഷിച്ചു. ആമേൻ.